ജനാല ജനാല. ഇത് ഏതക്ഷരമാണ്? ജ. ഇത് ന. നായ്ക്ക് ദീർഘമിട്ടാൽ നാ ല. ജനാല. അപ്പം ജനാല എന്താ? വിൻഡോ അല്ലേ? നമുക്ക് പുറത്തുനിന്ന് കാറ്റും വെളിച്ചവും ഫ്രഷ് എയറും ഒക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിന് വെക്കുന്നതാണ് എന്ത്? ജനാല. വീടിനും കെട്ടിടങ്ങൾക്കും എല്ലാം നമ്മൾ എന്ത് വെക്കും? ജനാല വെക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കായ്ക്ക ഗായ്ക്ക ങ എഴുതാൻ പഠിച്ചല്ലേ? ഇനി നമുക്ക് ചായ്ച്ച ജായിച്ച ഞ എങ്ങനെ എഴുതുന്നതെന്ന് പഠിക്കണം. അപ്പോൾ ഇത് വായിച്ചേ, കൈ പിടിച്ച് വായിച്ചേ. ച. ഇതെന്താ? വ. ചവ ണ. ചവണ. ഉണ്ടോ? ചവണ. ചവണ എന്താണെന്നറിയാമോ? നമ്മൾ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളിങ്ങനെ എറിയുന്ന ഒരു പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ് ചവണ. പിന്നെ ചായ. ചായ. ഈ ചായയാണ്. ഇച്ഛായുടെ ചായയാണ് ഇത്. ചായ. ചായ. കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടത് എന്താ? ചായ. നമ്മുടെ ഇമേജ് എന്നുള്ളതിനാണ് ചായ എന്ന് പറയുന്നത്. ഇതെന്താ? ഇതേതക്ഷരമാ? ജലം. ജ ല അം. ജലം. കണ്ടോ? വെള്ളത്തിന് വേറൊരു പേര്, വെള്ളത്തിന് പകരം പറയുന്ന ഒരു വാക്കാണെന്ത്? ജലം. വാട്ടർ എന്നാണ് ജലം. ഇനി ഇതെന്താ? ഇത് ഈ ഛായാണ്. ച ഇച്ഛ ജ ഇച്ഛ. ഛ ഷം. ഛ ഷ അം. ഛഷം. ഇനി ഇത് നോക്കിയേ. ഞ. ഞാ യ. ഇർ. ഇതെന്ത് അക്ഷരമാ? ഇറാണ് അല്ലേ? ചില്ലക്ഷരമാണ്. ഇത് ഏതക്ഷരമാണ്? ഞാ. ദീർഘമിട്ടാൽ ഞാ യ. ഇർ. ഞായർ. ഞായർ എന്ന് പറഞ്ഞാൽ എന്താ? സൺഡേ. സൺഡേക്ക് മലയാളത്തിൽ പറയുന്ന പേരാണ് എന്ത്? ഞായർ. ഞായർ. അവധി. ആ വ ഥ എഴുതി ഈയുടെ ചിഹ്നം ഇട്ടാൽ എന്താ? ധി. ഞായർ അവധി. സൺഡേ ഈസ് എ ഹോളിഡേ അല്ലേ? ഇതാണ് മലയാളത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ച ഇച്ഛ ജ ഇച്ഛ ഞ എഴുതാൻ പഠിക്കാം കേട്ടോ. എല്ലാവരും ബുക്കും പെൻസിലും ഒക്കെ എടുത്തേ. ബുക്കും പെൻസിലും ഒക്കെ എടുത്തോ? ടീച്ചറിൻ്റെ കൂടെ എഴുതുമോ? എല്ലാവരും നല്ലതായിട്ട് എഴുതാനൊക്കെ പഠിക്കണം. എഴുതിക്കേ. ചായ എങ്ങനെ എഴുതുന്നത്? നമുക്ക് എല്ലാവർക്കും പായ എഴുതാൻ അറിയാമല്ലേ? അപ്പം ചായ എങ്ങനെയാണ് എഴുതുന്നേ? ഇങ്ങനെ ചായക്ക് ഒരു ചുണ്ടുണ്ട് അല്ലേ? ഇങ്ങനെ ചുണ്ട് വന്നിട്ട് പുറകോട്ട് വന്ന് മേലോട്ട് വരച്ചാൽ എന്തായി? ചായായി. ചെറിയൊരു റാ വരയ്ക്കണം. ചെറിയൊരു റാ വരച്ചിട്ട് റായ്ക്കൊരു ചുണ്ട് വരയ്ക്കണം. ചുണ്ട് വരച്ചിട്ട് പാ പോലെ എഴുതിയാൽ എന്തായി? ച. ഒന്നുകൂടെ എഴുതിക്കേ. ചെറിയൊരു റാ വരച്ചു, റായ്ക്ക് മുന്നോട്ടൊരു ചുണ്ട് വരച്ചു, പുറകോട്ട് വന്ന് മേലോട്ട് വരച്ചാൽ എന്തായി? ച. കണ്ടോ? ഇനി ഇച്ഛ എങ്ങനെ എഴുതുന്നേ? ഇച്ഛ എഴുതാൻ ഈ ച പോലെ തന്നെ എഴുതിയിട്ട് അതിൻ്റെ അറ്റത്തൊരു റാ വരച്ചിട്ട് അകത്തോട്ടൊരു വള്ളി ഇട്ടാൽ എന്തായി? ച. കണ്ടോ? എങ്ങനെ? ച എഴുതിക്കേ. ച എഴുതാൻ എല്ലാവരും പഠിച്ചു അല്ലേ? ച എഴുതിയിട്ട് ഒരു റാ വരച്ച് അതിൻ്റെ അറ്റത്തൊരു വട്ടം ഇട്ടാൽ എന്തായി? ഇച്ഛ. ച എഴുതിക്കേ. ച എഴുതിയോ? ആ. ച എഴുതിയിട്ട് റാ വരച്ച് അകത്തൊരു വട്ടം ഇട്ടാൽ എന്തായി? ച. ഇനി ജ എഴുതിക്കേ. ജ. ജ എങ്ങനെ? ഒരു കുനിപ്പിട്ടിട്ട് ന എഴുതണം. ന എഴുതിയിട്ട് അതിന് താഴോട്ടൊരു വള്ളി പോലെ വരച്ച് അടിയിലൊരു വട്ടം ഇടണം. ടീച്ചർ എളുപ്പത്തിന് വേറൊരു രീതി കാണിച്ചു തരട്ടെ. നാ എഴുതാൻ എല്ലാവർക്കും അറിയത്തില്ലേ? നാ എഴുതിയില്ലേ? നായ്ക്കൊരു വട്ടം ഇട്ടു ഫ്രണ്ടിൽ. കണ്ടോ? ഇനി ഇതിന് ഇരിക്കാനൊരു സ്ഥലം വേണം അല്ലേ? ഇങ്ങനെ വിചാരിച്ചേ. ഇങ്ങനെ ഇരിക്കാനൊരു സ്ഥലം കൊടുത്തു വളച്ച്. കണ്ടോ? അപ്പോൾ ഈ ആയി. ഈ എന്ന് പറഞ്ഞ അക്ഷരത്തിന് അടിയിലൊരു വട്ടം ഇട്ടാൽ എന്തായി? ജ ആയി. എളുപ്പമല്ലേ ജ എഴുതാൻ? അപ്പം നമ്മൾ ടീച്ചർ എളുപ്പത്തിന് ഇങ്ങനെ കാണിച്ചു തന്നു. എഴുതുമ്പോൾ വട്ടമിട്ട് നാ എഴുതി ഇരിക്കാൻ സ്ഥലം കൊടുത്തു, അടി വട്ടം ഇട്ടു. കണ്ടോ? ജ.
വട്ടമിട്ടു. നാ എഴുതി ഇരിക്കാൻ സ്ഥലം കൊടുത്തു. അടിയിൽ വട്ടമിട്ടു. ഉണ്ടോ ജ. ഇച്ഛ എഴുതുന്നത് എങ്ങനാ? താ എല്ലാവർക്കും എഴുതാൻ അറിയത്തില്ലേ? താ എഴുതിയിട്ട് അതേ കൂട്ടി ഒരു ദാ വരച്ചാൽ എന്തായി? ഇച്ഛ. എഴുതിക്കേ. താ എഴുതാൻ അറിയാം അല്ലേ? 2 റാ ചേർത്ത് എഴുതുമ്പോൾ തായായി. പിന്നെ മുകളിലോട്ട് തിരിച്ച് ദാ എഴുതിയാൽ എന്തായി? ഇച്ഛ. ഒരു പ്രാവശ്യം കൂടെ എഴുതിക്കേ. താ എഴുതി മേളിലോട്ട് വരച്ചാൽ എന്തായി? ഇച്ഛ. നീ ഞാൻ എങ്ങനെ എഴുതുന്ന? ഞാൻ എഴുതുന്നത് എങ്ങനെയാ? ഞാൻ എഴുതാൻ എളുപ്പമാണ്. ആദ്യം നമ്മൾ എഴുതിയ കണക്ക് നായ്ക്കൊരു പുള്ളിയിട്ട് എഴുതണം. എന്നിട്ട് ഇങ്ങനെ ചേർത്തൊരു താ വരയ്ക്കണം. ഇവിടെ മാറ്റി ടീച്ചർ എളുപ്പത്തിന് ഞാൻ എഴുതിക്കേ. ഞാൻ എഴുതിയോ? ഞാൻ എഴുതി. നായ്ക്ക് ഇവിടെ ഒരു പുള്ളി ഇട്ടേ. ഇട്ടോ? ഇനി ഇതേ ചേർത്തൊരു താ എഴുതിക്കേ. താ എഴുതിയില്ലേ? അപ്പം എന്തായി? ഞായായി. എളുപ്പത്തിന് ടീച്ചർ കാണിച്ചു തരുന്ന ഇങ്ങനെ പെറുക്കി പെറുക്കി മലയാളാക്ഷരം എഴുതരുത്. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം. ഒന്നുകൂടെ കാണിച്ചു തരാം. നാ എഴുതാൻ എല്ലാവർക്കും അറിയാം അല്ലേ? അതിനൊരു പുള്ളി ഇട്ടു. ഇനി ഇത് ചേർത്തൊരു താ വരച്ചാൽ എന്തായി? ഞാ ആയില്ലേ? നോക്കിക്കേ. പുള്ളി ഇട്ടു, നാ എഴുതി, താ എഴുതി. ഞാ ഉണ്ടോ? പുള്ളി ഇട്ടു, നാ എഴുതി, താ എഴുതി. ഞാ കണ്ടോ? ഇനി നമുക്കിത് ഒരുമിച്ച് എഴുതിയാലോ? ചാ ഇച്ഛ ജാ ഇച്ഛ ഞാ. കണ്ടോ? ചാ ഒന്നുകൂടെ എഴുതിക്കേ. ചാ ഇച്ഛ ജാ ഇച്ഛ ഞാ. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പഠിക്കുന്നത്. ജനാല ച ഇച്ഛ ജ ഇച്ഛ ഞ. ചവണ ചവണ ഛ യ ഛായ. ജല ജലം ഛ ഷ ഛശം. ഞായർ ഞായർ അവധി. കണ്ടോ? അപ്പം ഇങ്ങനെ എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് പഠിക്കണം. താങ്ക് യു.